ഗായ്സ്, വെൽക്കം ടു ദേവൂസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ നടക്കാൻ ഇറങ്ങിയാണ്. അപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ വെയിലൊക്കെ കൊള്ളുന്ന നല്ല കേട്ടോ, നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. പിന്നെ ഞാൻ എൻ്റെ ജിക്കിനെ കൊണ്ട് പുറത്തിറങ്ങി. പിന്നെ അവളെ കൊണ്ട് കുറച്ച് നേരം നടന്നു. നല്ല രസമായിരുന്നു. പിന്നെ അവൾ ഇച്ചിരി കുരുത്തക്കേടൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. പറഞ്ഞാൽ കേൾക്കത്തൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ അവൾ ഇതികൂടെയൊക്കെ നടത്തിച്ചു. പിന്നെ അങ്ങനെയായിരുന്നു ഇന്നത്തെ രാവിലത്തെ. പിന്നെ ഞാൻ അവളെ അവിടെ കൊണ്ട് കിട്ടി. അപ്പോൾ പുറത്തൊക്കെ പോയി വന്നപ്പോഴത്തേന് ആൾക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയി. പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടി ഇരുന്ന് കരയുമായിരുന്നു. അപ്പം ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേന് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവളെ പിന്നെ പുറത്തെല്ലാം കൊണ്ടുപോയി. അങ്ങനെ പിന്നെ അമ്മയ്ക്ക് കടയിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ സാരി ഒന്ന് തേച്ച് തരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതെല്ലാം തേച്ച് മിനുക്കി കൊടുക്കുകയാണ്. അങ്ങനെയൊക്കെ അതായിരുന്നു എൻ്റെ രാവിലത്തെ ആദ്യത്തെ പണി അമ്മ എനിക്ക് തന്നത്. പിന്നെയും കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മയുള്ളപ്പോൾ അമ്മ തന്നെ ചെയ്യും കേട്ടോ. അമ്മ ചെയ്യുന്ന അത്ര പെർഫെക്റ്റ് ഒന്നും നമ്മൾ ചെയ്യുമ്പോൾ വരുമല്ലോ. പിന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അമ്മമ്മയ്ക്കും വെള്ളം വേണം എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ അതെല്ലാം എടുത്തുകൊണ്ട് പോയി. നല്ല ചൂട് വെള്ളമായിരുന്നു കേട്ടോ. എനിക്ക് കുറച്ച് നാളെ ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ രാവിലെ എപ്പോഴും എഴുന്നേൽക്കുമ്പോൾ ചൂടുവെള്ളം കുടിക്കാറുണ്ട്. നല്ലതാണ്. ത്രോട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടുവെള്ളം എപ്പോഴും കുടിക്കുന്നത് നല്ല കേട്ടോ. ത്രോട്ട് ഇൻഫെക്ഷൻ ഉള്ളവരൊക്കെ എപ്പോഴും ചൂടുവെള്ളം തന്നെ കുടിക്കുക. പിന്നെ ഞാനത് അമ്മമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു. പിന്നെ ഞാനും കുടിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അവിടെ പോയിരുന്ന് ഒരു ബുക്കൊക്കെ കുറച്ച് നേരം ഇരുന്ന് വായിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെള്ളവും കുടിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പിന്നെ ഞാൻ അവിടെ എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തേനും ഉണ്ട് ഞങ്ങളുടെ പൂച്ച അവിടെ കിടന്ന് ഉറങ്ങുന്ന. പാവം പൂച്ച തന്നെ, എന്നെ ക്യൂട്ടതിനൊക്കെയാണ്. അത് കഴിഞ്ഞ് പല്ലെല്ലാം തേച്ചിട്ട് ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറിയായിരുന്നു. പിന്നെ അതെല്ലാം കഴിച്ചു. ഇത് നമ്മുടെ ചായ കേട്ടോ, ഞാനുണ്ടാക്കിയ ചായയാണ്. നല്ല നമ്മൾ ഏലക്കൊക്കെ ഇട്ട ചായ കേട്ടോ. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. പിന്നെ അവിടെ അടിച്ചു വാരുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഉച്ചക്കത്തേക്കുള്ള സാമ്പാർ ഓൾറെഡി രാവിലെ ഉണ്ടാക്കി നമ്മൾ. പിന്നെ എന്തെങ്കിലും തോരൻ ഉണ്ടാക്കണമല്ലോ, അപ്പോൾ അതിൻ്റെ പണിയിലാണ് ഞാൻ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന്. അപ്പം അങ്ങനെ എനിക്ക് അവിടെ നിന്ന് കുറച്ച് പയർ കിട്ടി. അങ്ങനെ ഞാൻ പയറെല്ലാം കഴുകി വൃത്തിയാക്കി അത് അരിഞ്ഞ് എടുക്കാൻ വേണ്ടിയിരുന്നു അവിടെ. പിന്നെ ഞാനതെല്ലാം അരിഞ്ഞെടുത്തു കേട്ടോ. എല്ലാം ചടപടേ വേഗം ചെയ്തു. ഇനി ഇച്ചിരി ലേറ്റ് ആവുമായിരിക്കും ചോറിടാൻ വേണ്ടിയിട്ട്. കുറച്ച് ലേറ്റ് ആയിരുന്നു നമ്മൾ വറവ് വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അതെല്ലാം അരിഞ്ഞെടുത്തു. പിന്നെ എന്താ അരിഞ്ഞത്, പിന്നെ നമ്മൾ പയറും വാഴക്കയും കൂടെ ആട്ടോ വയ്ക്കുന്നത്. പയർ, വാഴയ്ക്ക, പിന്നെ നമ്മൾ സവാള അരിഞ്ഞെടുത്തായിരുന്നു. പിന്നെ എന്താ കറിവേപ്പില, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ കുക്കിംഗ് ഇങ്ങനെയൊക്കെയാണ്. വലിയ പെർഫെക്ഷനൊന്നുമില്ല. അമ്മ കുക്ക് ചെയ്യണ പോലെയൊന്നുമില്ല കേട്ടോ. ചുമ്മാ ഒരു പരീക്ഷണം പോലെ. പിന്നെ അത് കായൊക്കെ അരിഞ്ഞെടുത്തു. ഇതാണ് നമ്മൾ അരിഞ്ഞെടുത്തതൊക്കെ. ഓക്കെ. പിന്നെ ഞാൻ അവിടെ പോയി ഇരുന്നിട്ട് പച്ചമുളകും സവാളയും നമ്മൾ ചെറിയുള്ളി ആട്ടോ ഞാൻ എടുത്തത്. ചെറിയുള്ളിയും അരിഞ്ഞെടുക്കാൻ മറന്നുപോയായിരുന്നു. പിന്നെ ഞാൻ അതെല്ലാം പോയി എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ അതൊക്കെ അരിഞ്ഞെടുത്തു, സെറ്റാക്കി നമ്മൾ. ഓക്കെ. ഇന്ന് ഇച്ചിരി ലേറ്റൊക്കെ ആവുമായിരിക്കും. ഇപ്പം തന്നെ 12 മണിയായിരുന്നു. പിന്നെ ഞാനതെല്ലാം വേഗം അരിഞ്ഞെടുത്ത് കഴുകി പറക്കി ഇതൊക്കെ നമ്മൾ തോരന് വേണ്ടി സെറ്റാക്കിയത്. അപ്പോൾ നമുക്ക് വേഗം തോരൻ ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിൽ കിടക്കാം. അപ്പോൾ ആദ്യം ചീനച്ചട്ടി എടുക്കുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കറിവേപ്പില, കടുക്, ഇതെല്ലാം നമ്മൾ സവാള ഇതെല്ലാം മൂപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തോരൻ്റെ കായും പയറൊക്കെ ഇട്ടിട്ട് പിന്നെ അതിനകത്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ മൂടി വയ്ക്കുക. പിന്നെ അതൊരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേന് റെഡിയാവുമേ. ഒരു 10-15 മിനിറ്റ് നമ്മളത് വേവാൻ വേണ്ടി വയ്ക്കുക. നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. പിന്നെ അടി കരിഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം നമ്മൾ കറക്റ്റ് പാകമാണോ എന്ന്. പിന്നെ ഞാൻ
പച്ചക്കറി ഇതെല്ലാം ഇതിപ്പോൾ നമ്മുടെ തോരൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉച്ചത്തെ ഫുഡ് കഴിച്ചു. സാമ്പാറും തോരനും ഉണ്ടായിരുന്നത്. ഞാൻ ലേറ്റ് ആയത് ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേനെയാണ് ഞാൻ ചോറുണ്ടത്. പിന്നെ ഞാൻ ചോറൊക്കെ ഉണ്ടു, കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.